എല്ലാവർക്കും പോളിഗ്രാഡിന്റെ ഒരു പുതിയൊരു ലൈവ് സെഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തുകൊണ്ട് നമ്മൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അതിന്റെ ഒരു ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സുകൾ എന്തെല്ലാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെ, അതുപോലെ തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിലൂടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി പോളിഗ്രാഡിന്റെ ഒരു ലൈവ് സെഷനിലോട്ട് സ്വാഗതം. ഞാൻ അതിനു മുന്നേ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. എന്താണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു സെക്ടറാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നിയർലി ഒരു 900ഓളം യൂണിവേഴ്സിറ്റീസ് അക്രോസ് ഇന്ത്യ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് വരുന്നത് നിയർലി ഒരു 45ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പ്രധാനമായിട്ടും 5 അല്ലെങ്കിൽ 6 ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പിന്നെ ഈ NIT, IITs പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റീസിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള, അതിൽ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിനെയാണ് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് നമ്മൾ വിളിക്കാം. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അതായത് ഇപ്പൊ എന്താണ് ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, എന്താണ് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി, എന്താണ് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, എന്താണ് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, ഇതൊക്കെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിന്റെ എക്സാമ്പിൾസ് ആണ്. അതായത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ്. പിന്നെ ഇതിൽ പറയുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റീസ്. ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തൃശ്ശൂരുള്ള കലാമണ്ഡലം, അതുപോലെ തന്നെ ബാംഗ്ലൂരുള്ള ക്രൈസ്റ്റ്, ഇതൊക്കെ ഡീംഡ് യൂണിവേഴ്സിറ്റീസിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾസ് ആണ്. പിന്നെ ഇപ്പൊ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ റീസെന്റ് ഇപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റിന്റെ ഒരു ഓഫ് ക്യാമ്പസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്, അതൊക്കെ ഒരു ജെയിൻ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന്റെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അശോക യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പിന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് ഇഗ്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നു. അതുപോലെ തന്നെ ഇപ്പോ നമുക്ക് കേരളത്തിൽ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, കാലടിയിൽ. അതുപോലെ തന്നെ ഡൽഹിയിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, അംബേദ്കർ യൂണിവേഴ്സിറ്റി, ഇതെല്ലാം ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒന്നാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അപ്പൊ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ബെനിഫിറ്റ്സ്, അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ്സ്, കാര്യങ്ങൾ എന്തൊക്കെ ഫെസിലിറ്റീസ്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. മറ്റുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടൊന്നും തന്നെ നമ്മൾ ഇവിടെ പറയുന്നില്ല. നമ്മൾ പ്രൈമറിലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു നിയർലി 45ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് ആ 45 യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചൊന്നും നമുക്ക് പറയൽ ഇമ്പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസ്, അതിന്റെ പ്രത്യേകതകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നമുക്ക് ക്ലാസ്സിന്റെ അവസാനത്തിൽ നമുക്ക് Q&A ചെയ്യാം. ലാസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ്സിന്റെ അവസാനത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതുമായിട്ട് യൂണിവേഴ്സിറ്റീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ലാസ്റ്റ് നമുക്ക് എന്താക്കാം, അത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ അതിന്റെ ഇടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോ ചിലപ്പോൾ പോയി പോകും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളത് എഴുതി വെച്ചോളൂ. ലാസ്റ്റ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലാസ്റ്റ് നമുക്കത് ചോദിക്കാവുന്നതാണ്, നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്
പ്രധാനമായിട്ടും വരുന്നത് നമ്മളുടെ ഈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലാണ്. ആദ്യം അത് MHRD എന്നുള്ള പേരിലാണ് അത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള പേരിൽ അത് പിന്നീട് അറിയപ്പെട്ടു. അപ്പോ അതിന്റെ കീഴിലാണ് ഈ യൂണിവേഴ്സിറ്റീസ് എല്ലാം വരുന്നത്, ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും UGC റെക്കഗ്നൈസ്ഡ് ആണ്, UGCയുടെ അംഗീകാരമുള്ളതാണ് ഇന്ത്യയിലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും. ഓക്കെ, അപ്പോ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ അതിനൊന്നും UGCയുടെ റെക്കഗ്നിഷൻ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം നോക്കേണ്ട ഒരു പരിപാടി എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റി, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് അപ്ലൈ ചെയ്യുന്നത്, ആ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഏത് കോളേജിലാണോ പഠിക്കാൻ പോകുന്നത് ആ കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്, ആ യൂണിവേഴ്സിറ്റിക്ക് റെക്കഗ്നിഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെല്ലാം തന്നെ UGCയുടെ റെക്കഗ്നിഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഏതൊരു PSC എക്സാമുകൾക്കും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് DUടെയും അതുപോലെ തന്നെ JNUടെയും HCUന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കേരള PSC, ഇതെല്ലാം നമ്മളുടെ കേരള PSC ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി, നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അതിലെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നമ്മളുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരും. ആ ഒരു കോംപ്ലിക്കേഷൻ മാത്രമാണ് അതിലുള്ളത്. ആ ഇക്വലൻസി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെക്കഗ്നിഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും അതിലില്ല. കേരള PSC അതുപോലെ തന്നെ ഏതൊരു PSC എക്സാമുകൾക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിന് ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം UGC അംഗീകൃതമാണോ നിങ്ങളുടെ കോഴ്സ്, UGC അംഗീകൃതമുണ്ടോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും UGCയുടെ കീഴിൽ റെക്കഗ്നൈസ്ഡ് ആണ്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലോട്ടുള്ള ഫണ്ടിങ് വരുന്നത് പ്രധാനമായിട്ടും UGCയിൽ നിന്ന് തന്നെയാണ്. UGC എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലെ ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്, ഒരു ഏജൻസിയാണ്. അപ്പോൾ ആ ഏജൻസി ത്രൂ ആണ് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലോട്ടുള്ള ഫണ്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഫണ്ടിങ്ങിൽ നിന്നാണ് യൂണിവേഴ്സിറ്റീസ് ബിൽഡ് ചെയ്യുന്നതും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതും നിങ്ങൾക്ക് സ്കോളർഷിപ്പുകളും കാര്യങ്ങളും എല്ലാം തരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഫണ്ടിങ് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് റിസർച്ചുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡുകൾ, സ്കോളർഷിപ്പുകൾ കാര്യങ്ങളൊക്കെ വലിയ ഡിലേ ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡുകളാവട്ടെ അതുപോലെ തന്നെ മറ്റ് സ്കോളർഷിപ്പുകളാവട്ടെ അത് കിട്ടാൻ നിങ്ങൾക്ക് നിയർലി ഒരു 6 months അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ് വേണ്ടി വരും. അപ്പൊ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടുകളുടെ ഒരു എന്താ പറയുന്നത് ഷോർട്ടേജ് ഉണ്ടാവത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ ഡിലേ കൂടാതെ തന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എമൗണ്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ നമ്മളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആണ് നമുക്ക് പറയാം. കാരണം ഡയറക്റ്റ് ഫണ്ടിങ് വരുന്നത് കൊണ്ട് അതിൽ പിന്നെ മറ്റ് ഫിൽറ്ററിങ്ങോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഡയറക്റ്റ് ഫണ്ടിങ് കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ സ്കോളർഷിപ്പ് എമൗണ്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിലൊന്നും വലിയ ഡിലേ ഉണ്ടാവത്തില്ല. മേ ബി ഒരു 1 month ഒക്കെ ഡിലേ. അത് സാധനം നിങ്ങളുടെ സ്കോളർഷിപ്പ് കാര്യങ്ങളൊന്ന് ഫൈനലാക്കാനും ഓർഡർ വരാനൊക്കെ ഉള്ള ഒരു സമയങ്ങൾ, അതൊരു 1 month ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്കോളർഷിപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങും. അപ്പോൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫണ്ടിങ്ങിന്റെ ഒന്നും ഇഷ്യൂസ് വരത്തില്ല. നിങ്ങൾ സ്കോളർഷിപ്പ് ഒക്കെ വലിയ ഡിലേ ഇല്ലാതെ ഓൺ ടൈം തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അതൊക്കെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഓട്ടോണോമസ് ആണ്. അതായത് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അതിപ്പോ DU ആവട്ടെ, HCU ആവട്ടെ, JNU ആവട്ടെ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആവട്ടെ, ഏതൊരു യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോണോമസ് ആണ്. അതിന്റെ മുകളിൽ മറ്റൊരു അതോറിറ്റി ഇല്ല. ഓക്കെ, ആ യൂണിവേഴ്സിറ്റി തന്നെയാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത്. ആ യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കും എക്സാമുകൾ നടത്തുക. നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുക. അവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക, മീൻസ് നിങ്ങളുടെ ആൻസർ ഇവാലുവേഷനുകൾ നടത്തുക. അപ്പോൾ എല്ലാ രീതിയിലുള്ള ഒരു എന്താ പറയുന്ന ഓട്ടോണോമിയും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനുണ്ട്. നിങ്ങൾക്ക് ഗ്രേഡ് തരുന്നതൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ
നിങ്ങളിപ്പോ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെന്ന് വെക്കുക. നിങ്ങൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ എക്സാം എഴുതുന്ന സെമസ്റ്റർ എക്സാം അപ്പിയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് തന്നെയാണ്. അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഈ അസൈൻമെന്റുകൾ, നിങ്ങളുടെ അസൈൻമെന്റുകൾ, പ്രൊജക്ടുകൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫാക്കൽറ്റീസ് തന്നെയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഓട്ടോണോമി എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് തന്നെയാണ് അതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത്. അവിടുത്തെ VC, ആ VC തന്നെയാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും തരുന്നത്. ആ യൂണിവേഴ്സിറ്റിക്ക് UGCയുടെ കയ്യിൽ നിന്ന് ഫണ്ട് വരും. ആ ഫണ്ട് എന്നാണ് നിങ്ങൾക്ക് എടുത്ത് സ്റ്റൈപ്പൻഡുകളും സ്കോളർഷിപ്പുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഒരു അക്കാഡമിക് ഓട്ടോണോമി എല്ലാ അർത്ഥത്തിലും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് ഉണ്ട് എന്നുള്ളത്. അത് എല്ലാ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഇന്ത്യയിലെ 45ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ സ്ഥിതിയും കണ്ടീഷനും ഇതേപോലെ തന്നെയാണ്. അതിപ്പോ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ ആയാലും അല്ലെങ്കിൽ ഗുജറാത്ത് ആയാലും ബംഗാൾ ആയാലും എല്ലാം ഇതേപോലെ തന്നെയാണ്. ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു യൂണിഫോമിറ്റി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളും വർക്ക് ചെയ്യുന്നത് ഇതേപോലെയാണ്, ഇതേ ഫോർമാറ്റിലാണ് ഇന്ത്യയിലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും വർക്ക് ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിനെ നോക്കുമ്പോൾ അത് അങ്ങനത്തെ ഒരു ഫീച്ചർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോ MG യൂണിവേഴ്സിറ്റിനെ പോലെ എല്ലാ കാലിക്കറ്റിലും ഉണ്ടാവുക. MG യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന എക്സാം പോലെ ആയിരിക്കില്ല കാലിക്കറ്റിൽ നടക്കുക. അപ്പൊ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കാണാൻ പറ്റില്ല എന്നുള്ള ഒരു യൂണിഫോമിറ്റി നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കറക്റ്റ് ഒരു ഓട്ടോണോമി നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പാർലമെന്റിന്റെ നിയമങ്ങൾ പ്രകാരമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ ഫോം ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോ അത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ് അവിടുത്തെ ലെജിസ്ലേച്ചറിൽ പാസ് ചെയ്യുന്ന ആക്ട് പ്രകാരം ആയിരിക്കും. ഇപ്പൊ MG യൂണിവേഴ്സിറ്റി വരിക കേരളത്തിൽ പാസ് ചെയ്യുന്ന നിയമപ്രകാരമായിരിക്കും. ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വരുന്നത് പാർലമെന്റിൽ പാസ് ചെയ്യുന്ന നിയമപ്രകാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഇന്ത്യയിലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെയും വൈസ് ചാൻസലേഴ്സ് എന്ന് പറയുന്നത് ചാൻസലർ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇന്ത്യയിലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെയും പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ത്രൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു റെപ്യൂട്ടേഷനും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു വിലയുണ്ട്, ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പോ ഇനിയിപ്പോ നമ്മളിപ്പോ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, IFLU, ഇതൊക്കെയാണ് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ CUT-യിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഈ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലോട്ടാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളും അതിന്റെ റാങ്കിങ് സംവിധാനത്തെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാനത് പറഞ്ഞുതരാം. അതിനനുസരിച്ച് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് പ്രയോറിറ്റൈസ് ചെയ്യാം. ഓക്കെ, ഏത് യൂണിവേഴ്സിറ്റി അതിന്റെ റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം നിങ്ങളുടെ ചോയ്സസ്. ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ നിങ്ങളിപ്പോ ഒരു UG ഗ്രാജുവേറ്റ് ആണ്, ഇപ്പോൾ നിങ്ങൾ UG കോഴ്സ് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ +2 കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ +2 കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. കാരണം ഇന്ത്യയിൽ നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കുമ്പോൾ BA അല്ലെങ്കിൽ BA BSc ഏതാണോ നിങ്ങളുടെ UG കോഴ്സ്, ആ UG കോഴ്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. കാരണം ഞാനത് പറയാനുള്ള ഒരു കാരണം, ഒന്ന് വളരെയധികം എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്കൽറ്റീസിന്, ടീച്ചേഴ്സിന് നിങ്ങൾക്ക് കിട്ടും അവിടെ. ഓക്കെ, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വേൾഡിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫസേഴ്സിനെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ അതൊന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഫോളോ ചെയ്യുന്ന, UG കോഴ്സുകൾക്ക് ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നിട്ട് അത് DU ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് റാൻഡായിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ DUയുടെ സിലബസുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ BA ഹിസ്റ്ററിയുടെ സിലബസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, BA പൊളിറ്റിക്സിന്റെ
സിലബസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റ് ഹ്യൂമാനിറ്റീസ്, ഇപ്പോൾ ലാംഗ്വേജ്, ഇംഗ്ലീഷ്, അങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും സിലബസുകൾ നിങ്ങൾക്ക് ഡിയുവിന്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് എക്സാമിൻ ചെയ്യാം, എത്രമാത്രം അഡ്വാൻസ്ഡ് ആണ്, എത്രമാത്രം അപ്ഡേറ്റഡ് ആണ് അതിലെ സിലബസുകൾ, കാര്യങ്ങൾ. അപ്പോൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് സിലബസ് അപ്ഡേഷൻ ആണ്. ഇപ്പോ നമ്മൾ കേരള യൂണിവേഴ്സിറ്റി ആവട്ടെ, ഇപ്പോ നമ്മൾ MG ആവട്ടെ, കാലിക്കറ്റ് ആവട്ടെ, ഇതൊക്കെ വളരെയധികം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസുകളാണ് ഇന്നും ഫോളോ ചെയ്യുന്നത്. ഇന്നും അത് ഇപ്പോ കാലിക്കറ്റിലൊക്കെ സിലബസ് അപ്ഡേഷനുകൾ നടക്കുക എന്ന് പറഞ്ഞാൽ 10 കൊല്ലത്തിലോ അല്ലെങ്കിൽ 15 കൊല്ലത്തിലൊക്കെ ആയിരിക്കും സിലബസ് അപ്ഡേഷനുകൾ നടക്കുക. പക്ഷേ DUനെ പോലെ, JNUനെ പോലുള്ള യൂണിവേഴ്സിറ്റികൾ ഓരോ വർഷവും സിലബസ് അപ്ഡേഷനുകൾ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ സെമസ്റ്ററിൽ എന്നുള്ള രീതിയിൽ പുതിയ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു പുതുമ, അത്തരത്തിലുള്ള എന്താ പറയുന്നത്, ഇപ്പൊ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിക്കാൻ, നിങ്ങളിലോട്ട് എത്തിക്കാൻ ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കുറെ കൂടി ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി, അത് ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇല്ല, ഒരു 45ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ആ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 7ഓളം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ 8ഓളം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ആ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റുള്ള യൂണിവേഴ്സിറ്റീസിൽ ഇപ്പോൾ ഈ 7ന് പുറത്തോട്ട്, അല്ലെങ്കിൽ ആ ഒരു 10 നമ്പറിന് പുറത്തോട്ട് വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ വലിയ ഡിഫറൻസുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ പഠിക്കുന്നതും ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുന്നതും മോർ ഓർ ലെസ് ദ സെയിം ആയിട്ട് ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ദി ബെസ്റ്റ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ ഫോക്കസ് ചെയ്ത് എയിം ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പൊ ഞാനതാ പറയാം, ഒരു UG സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈമറിലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് DU ആൻഡ് HCU ആണ്, അല്ലെങ്കിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ കാരണം അവിടെയാണ് കൂടുതൽ ഡിഗ്രി കോഴ്സ്. ഇപ്പോ DUന്റെ കേസ് ഞാൻ പറഞ്ഞു, DUയിൽ ഒരുപാട് UG കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്, BA കോഴ്സുകൾ ഒരുപാട് DUയിലുണ്ട്. ഹൈദരാബാദിന്റെ കേസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, +2 കഴിഞ്ഞതിന് ശേഷം ഹൈദരാബാദിലോട്ട് പോവാം. പക്ഷെ ഹൈദരാബാദിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളാണെന്നുള്ളതാണ്. അതാണ് ഒരു വ്യത്യാസം. ഇന്റഗ്രേറ്റഡ് കോഴ്സുകളാണ് ഹൈദരാബാദ് HCUയിലുള്ളത്. ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ, അതായത് 5 ഇയറിന്റെ പ്രോഗ്രാമുകളാണ്. ഇന്റഗ്രേറ്റഡ് MSc, ആ രീതിയിൽ ഇന്റഗ്രേറ്റഡ് MA, അങ്ങനെ വരുന്ന 5 ഇയർ. നിങ്ങളിപ്പോ +2 കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് കോഴ്സാണ് അങ്ങോട്ട് ഹൈദരാബാദിലോട്ട് പോകാം. ഹൈദരാബാദിൽ സെപ്പറേറ്റ് ആയിട്ട് BA കോഴ്സുകൾ ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം. MSc, MA പോലുള്ള ഇന്റഗ്രേറ്റഡ് 5 ഇയർ പ്രോഗ്രാമുകൾക്ക് നിങ്ങൾക്ക് ഹൈദരാബാദ് ചൂസ് ചെയ്യാവുന്നതാണ്. BA കോഴ്സുകളാണ്, അല്ലെങ്കിൽ BSc കോഴ്സുകളാണ്, നിങ്ങൾ BBA കോഴ്സുകളാണ്, BCom കോഴ്സുകളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് DU. ഇപ്പോ പിന്നെ JNUയിലൊക്കെ ഉണ്ട്. JNUയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജസ് ആണ് നിങ്ങൾക്ക് അവിടെ ഡിഗ്രി +2 കഴിഞ്ഞ ഉടനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അതായത് JNU, അതുപോലെ തന്നെ JNU, അലിഗഡ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും PG ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ JNUയിലുണ്ട് UG കോഴ്സുകളുണ്ട്. JNUയിലെ UG കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് കോഴ്സുകൾ. അപ്പോൾ ജപ്പാനീസ്, കൊറിയൻ, ഫ്രഞ്ച്, പേർഷ്യൻ, ഇത്തരത്തിലുള്ള ലാംഗ്വേജ് കോഴ്സുകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും JNUയുടെ BA പ്രോഗ്രാമുകൾ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ആയുർവേദ സ്റ്റഡീസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ BA കോഴ്സ് JNU പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാം MA കോഴ്സുകൾ, MA PhD കോഴ്സുകളാണ് JNU പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് UG പ്രോഗ്രാമുകൾക്ക് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജാമിയ മില്ലിയ ഇസ്ലാമിയാണ്. ഇപ്പൊ ജാമിയ മില്ലിയ ഇസ്ലാമിയയിലും ഒരുപാട് BA കോഴ്സുകൾ അവൈലബിൾ ആണ്. എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് BA കോഴ്സുകൾ ജാമിയയിൽ അവൈലബിൾ. ജാമിയ ഡൽഹിയിൽ തന്നെയാണ്. ജാമിയയിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ പറയാ, നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് UG പ്രോഗ്രാമുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് DU ആണ്. DU, HCU ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HCU ചൂസ് ചെയ്യാവുന്ന, ഹൈദരാബാദ് ചൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ BA കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ വരുന്നത് ജാമിയ മില്ലിയ ഇസ്ലാമിയാണ്. പിന്നെ നിങ്ങൾ PG കോഴ്സുകളാണ്, MA കോഴ്സുകളാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് JNU ആണ്. ഇന്ത്യയിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, PGക്ക് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ്. അത് ഏത് സബ്ജക്റ്റ് ആവട്ടെ,
സോഷ്യൽ സയൻസോ അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകൾ ടെക് പോലുള്ള സബ്ജക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് MBA, ഇപ്പോൾ JNU MBA ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കോഴ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ PG കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്യാവുന്ന ഒരു യൂണിവേഴ്സിറ്റി, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് JNU ആണ്, ജവഹർലാൽ യൂണിവേഴ്സിറ്റി. പിന്നെ ബനാറസ് BHC ഉണ്ട്, പിന്നെ അലിഗഡ് ഉണ്ട്, ഹൈദരാബാദിലുണ്ട്. ഹൈദരാബാദിൽ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. MA കോഴ്സസ്, ഇപ്പൊ എക്കണോമിക്സ് ഒക്കെ അവിടെ MA കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളിപ്പോ ലാംഗ്വേജിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോ ഇംഗ്ലീഷ്, അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രഞ്ച്, കൊറിയൻ, ടർക്കിഷ്, പേർഷ്യൻ, ഉറുദു, സംസ്കൃത്, ഇങ്ങനെയുള്ള ഹിന്ദി, ഇങ്ങനെയുള്ള ലാംഗ്വേജ് കോഴ്സുകളൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഫ്ലു ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇഫ്ലു ഉണ്ട്, ലാംഗ്വേജ് ഓറിയന്റഡ് ഇഫ്ലു. പിന്നെ അതുപോലെ തന്നെ മനു, ഹൈദരാബാദിലെ മനു ഉണ്ട്, മൗലാന ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ലാംഗ്വേജുകളാണ് നിങ്ങളുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് ഈ പറഞ്ഞത്. അപ്പോ ഈ ലാംഗ്വേജ് ആണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇഫ്ലു, ഹൈദരാബാദിലെ ഇഫ്ലു നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് ലാംഗ്വേജസിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇഫ്ലു ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇപ്പോ നമ്മളിപ്പോ പറഞ്ഞു DUലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കോളേജുകളുണ്ട്. DU നിങ്ങൾക്കറിയാം, 90-ലധികം കോളേജുകളിൽ അഫിലിയേറ്റ് ചെയ്ത് വരുന്ന ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് DU എന്ന് പറയുന്നത്. 90-ലധികം കോളേജുകൾ തന്നെ ഉണ്ട്. 90-ലധികം കോളേജുകൾ അഫിലിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, ഏറ്റവും ബെസ്റ്റ് കോളേജുകൾ, ഒരുപാട് കോളേജുകളുടെ ഒരു ഗ്രൂപ്പാണ് DU എന്ന് പറയുന്നത്. ഇപ്പോ ഹാൻസ് രാജ് കോളേജ് ഉണ്ട്, ഹിന്ദു കോളേജ് ഉണ്ട്, സെന്റ് സ്റ്റീഫൻസ് ഉണ്ട്, പിന്നെ ലേഡി ശ്രീറാം ഉണ്ട്, ശ്രീറാം കോളേജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കോളേജുകളുടെ ഒരു വലിയൊരു ഗ്രൂപ്പാണ് നമ്മളുടെ ഈ DU എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാവുന്ന, സയൻസിന് ഏറ്റവും ബെസ്റ്റ് കോളേജുകൾ എന്ന് പറയുന്നത് സെന്റ് സ്റ്റീഫൻസ്, ഹിന്ദു കോളേജ് ഏറ്റവും ബെസ്റ്റ് കോളേജ് സയൻസ് സബ്ജക്റ്റുകൾക്ക്. ഇപ്പോൾ PCM ഒക്കെ നോക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഹിന്ദു കോളേജാണ്, DUന്റെ കീഴിൽ വരുന്ന ഹിന്ദു കോളേജ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോ ഹിസ്റ്ററി, പൊളിറ്റിക്സ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കോളേജ് എന്ന് പറയുന്നത് സെന്റ് സ്റ്റീഫൻസ് ആണ്. സെന്റ് സ്റ്റീഫൻസ്, ഒരുപാട് ചരിത്രകാരന്മാർ, ഒരുപാട് പൊളിറ്റീഷ്യന്മാരൊക്കെ സെന്റ് സ്റ്റീഫൻസ് എന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സെന്റ് സ്റ്റീഫൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഹിസ്റ്ററി, പൊളിറ്റിക്സ് പോലുള്ള വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ UG കോഴ്സുകൾക്ക്, നിങ്ങൾക്ക് BA കോഴ്സുകൾക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ല കോളേജ് എന്ന് പറയുന്നത് സെന്റ് സ്റ്റീഫൻസ് ഒക്കെയാണ്. സെന്റ് സ്റ്റീഫൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോ നമ്മളുടെ ഇതാണ് ഇപ്പോൾ BBA കൊമേഴ്സ് സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കോളേജ്, DUന്റെ കീഴിൽ ഏറ്റവും നല്ലൊരു കോളേജ് എന്ന് പറയുന്നത് ശ്രീറാം കോളേജാണ്, ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അറിയപ്പെടുന്ന, കൊമേഴ്സ് സബ്ജക്റ്റുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു കോളേജാണ് ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന, നിങ്ങൾക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജുകൾ നിങ്ങൾ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും ബെസ്റ്റ് കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കോളേജുകളാണ് സെന്റ് സ്റ്റീഫൻസ്, ഹിന്ദു കോളേജ്, ലേഡി ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, ഇങ്ങനെയുള്ള കോളേജുകൾ, FMS എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കോളേജുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ DUയുടെ കീഴിൽ വരുന്ന നിങ്ങൾക്ക് BBA, BA, BSc പോലുള്ള കോഴ്സുകൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കോളേജുകളാണ് ഈ DUയുടെ കീഴിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കോളേജുകൾ. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ജേർണലിസം ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജേർണലിസം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു കോളേജ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഇഫ്ലു. ഇപ്പൊ ജേർണലിസം, ലാംഗ്വേജ് പോലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ എയിം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഫ്ലു അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ജാമിയ മില്ലിയയും ജേർണലിസത്തിന് ഫേമസ് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. ഇപ്പോ ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതൊന്നുമല്ല, നിങ്ങൾക്ക് മറ്റൊരു വൊക്കേഷണൽ കോഴ്സുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ B.Ed
B.Ed ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താക്കാം, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പോ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിരിക്കും CUTM അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്. ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിൽ എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ B.Ed കോഴ്സസ് അവൈലബിൾ ആണ്. B.Ed കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റീസേ ഇന്ത്യയിലുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് B.Ed കോഴ്സുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് CUTN ആണ്. തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി, നമ്മളെ തഞ്ചാവൂരിനടുത്ത് തിരുവാരൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി B.Ed കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള. പിന്നെ B.Ed കോഴ്സസിനെ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് AMU ആണ്, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇതേപോലെ B.Edനൊക്കെ തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഡോപ്റ്റ് ചെയ്യാവുന്ന ഒന്ന് ഇതാണ്, AMU ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. AMUന്റെ B.Edഉം നോക്കാം, സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ B.Edഉം നോക്കാം, സെൻട്രൽ യൂണിവേഴ്സിറ്റി തമിഴ്നാടിന്റെ B.Ed. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള B.Ed പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ BA B.Ed, BCom B.Ed ഇതൊക്കെ. ഇപ്പോ നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ BCom B.Ed ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. B.Ed നിങ്ങൾ ലക്ഷ്യമാക്കുന്നുണ്ട്, ഡിഗ്രി കോഴ്സിന്റെ ഒപ്പം B.Edഉം നിങ്ങൾ ലക്ഷ്യമാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന, നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. പക്ഷെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഒന്നും അത്ര വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ആ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളന്റെ ഒന്നും പേര് ഈ മെയിൻ ലിസ്റ്റിൽ കൊണ്ടുവരാൻ. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു വൊക്കേഷണൽ കോഴ്സ് എടുക്കണം എന്നുള്ളൊരു ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി കൽക്കട്ടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് വിശ്വഭാരതി. ഇപ്പോ വിശ്വഭാരതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സൊക്കെയാണ് താല്പര്യം എന്നുണ്ട്. ഇപ്പോ ഫൈൻ ആർട്സ്, പെയിന്റിങ്, മ്യൂസിക്, ഇങ്ങനത്തെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് വിശ്വഭാരതി ബംഗാളില്. അപ്പൊ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഇന്ന് വളരെ വൈഡ് വെറൈറ്റി ഓഫ് കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുള്ള, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളായിട്ടും തനിയ BA ഓണേഴ്സ് പ്രോഗ്രാം 4 years BA ഓണേഴ്സ് പ്രോഗ്രാമുകളായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. BA സെപ്പറേറ്റ് 3rd year 3 years അല്ലെങ്കിൽ 4 year പ്രോഗ്രാമുകളായിട്ട് BA കോഴ്സസ് അവൈലബിൾ ആണ്. നോർമൽ സാധാ യൂഷ്വൽ PG കോഴ്സുകൾ, MA കോഴ്സുകൾ അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോ ഒരുപാട് കോഴ്സസ് വരുന്നുണ്ട്, ഇത്തരത്തിൽ പുതിയ പുതിയ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ. ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ തന്നെ ആയിട്ട് ഇപ്പോൾ BTech MBA, BTech MTech പോലെ, BBA MBA പോലെ അങ്ങനെയുള്ള ഒരുപാട് അങ്ങനെയുള്ള കോമ്പിനേഷൻ വഴിയും 5 year ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്നുള്ള രീതിയിലൊക്കെ എന്താവുന്നുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പുതിയ പുതിയ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റീസെന്റ് നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ്, ഏതൊക്കെ കോഴ്സുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ റീസെന്റ് 3-ാം തീയതി 2 ദിവസം മുന്നേ NTA അവരുടെ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ NTA പ്രധാനപ്പെട്ട കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, അതിലുള്ള കോഴ്സുകൾ, കാര്യങ്ങൾ, അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മാനുവല്, പ്രോസ്പെക്ടസ് പോലത്തെ സംഭവം അതും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് NTAയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും അതേപോലെ 2 ദിവസം മുന്നേ 3-ാം തീയതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റി, എന്തൊക്കെ കോഴ്സുകൾ, എങ്ങനെയൊക്കെ അത് അപ്ലൈ ചെയ്യാം, അതിന്റെ ക്രൈറ്റീരിയാസ്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താക്കും അതിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ CUT എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു, കാരണം നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് എന്താക്കാം, ലാസ്റ്റ് നമുക്ക് ക്ലാസ്സിന്റെ അവസാനം നമുക്കത് ഡിസ്കസ് ചെയ്യാം. CUTനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ, സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് പോളിഗ്രാഡ് തരും. ഓക്കെ, CUT എക്സാം കാര്യങ്ങൾ, അതിന്റെ മറ്റു വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, നമുക്ക് ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് മാത്രം നമുക്ക് എന്താക്കിയാൽ മതി, ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഞാൻ ഇതുവരേക്കും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്യൂസ് ഒന്നും ഇല്ല, മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഇപ്പോ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻറ്റേജസിനെ നമുക്ക്
മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഒന്ന് നമുക്കൊരു അക്കാഡമിക് ബെനിഫിറ്റ്, രണ്ട് നമ്മളുടെ ഒരു പേഴ്സണൽ ബെനിഫിറ്റ്, മൂന്ന് ഒരു കൾച്ചറൽ ആയിട്ടുള്ള ബെനിഫിറ്റ്. ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ബെനിഫിറ്റുകളാണ് നമുക്ക് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. മറ്റൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയോ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ, ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനുള്ള ഏറ്റവും നല്ല കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഇവിടെ ഈ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും നമുക്കൊന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന് അതിന്റെ അക്കാഡമിക് ബെനിഫിറ്റ്. അപ്പൊ അതിന്റെ അക്കാഡമിക് ബെനിഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ ഒരു നാഷണൽ ലെവൽ റെക്കഗ്നീഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പോ ഞാനിപ്പോ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുള്ള ഒരാളാണ്. 2 സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പ്രധാനമായിട്ടും പഠിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഞാൻ ഒരു സെൽഫ് പ്രൊമോഷൻ ഒന്നുമല്ല, പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആസ് ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട്. ഓക്കെ, അപ്പോ എനിക്ക് ഈ ഒരു ജോബ് എനിക്ക് കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയാം, അതായത് ഇപ്പോൾ 2 സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഞാൻ വർക്ക് ചെയ്തു, ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്തു. ഈ ഒരു അച്ചീവ്മെന്റ് എനിക്ക് കിട്ടാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് എന്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ഡിഗ്രി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാനത് പറയാം, ഒരു സെൽഫ് പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയല്ല, പക്ഷെ നിങ്ങൾക്കത് അതിന്റെ ഒരു ബെനിഫിറ്റ്, ഈ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഒരു റെക്കഗ്നീഷൻ. ഇപ്പൊ ഏതൊരു ഇന്റർവ്യൂ ബോർഡിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ JNU എന്നാണ് എന്ന് കേൾക്കുന്ന സമയത്തുള്ള അത് നമുക്കൊരു ബോണസ് പോയിന്റ് ആണ്, നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് അത് തീർച്ചയായിട്ടും. അപ്പൊ ഇതിനെയാണ് നമ്മൾ നാഷണൽ ലെവൽ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് JNUന്റെ HUന്റെ ഒക്കെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണത്. അത് ശരിക്കും ഒരു ഹൈലൈറ്റ് ആണ്. നിങ്ങളത് മാറ്റി നിർത്തും, നിങ്ങൾക്ക് അതിന്റെ ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. ഞാൻ ആ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള ഒരാളാണ്, ഞാനത് വെറുതെ പറയല്ല. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ഈ യൂണിവേഴ്സിറ്റികൾ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ഏറ്റവും വലിയൊരു കാരണം എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റും കാര്യം, അവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പോഷറും കാര്യങ്ങളും, അവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് കൊണ്ടാണ്. അപ്പൊ ഒരു നാഷണൽ ലെവൽ റെക്കഗ്നീഷൻ നിങ്ങൾക്ക് ഓൾവേസ് കിട്ടും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഒരു ഇന്റർവ്യൂ ബോർഡ് പോകുന്ന സമയത്ത് നിങ്ങൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾ HU എന്നാണ്, നിങ്ങൾ ജാമിയ എന്നാണ്, നിങ്ങൾ JNU എന്നാണ്, DU എന്നാണ് എന്ന് കേൾക്കുന്ന സമയത്ത് ആ ഇന്റർവ്യൂ ബോർഡ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യും. മനസ്സിലായി? കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം നമ്മള് എത്രമാത്രം നമുക്ക് എത്രമാത്രം എക്സ്പോഷർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഐഡിയ, നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ്, നമ്മളുടെ ഒരു അക്കാഡമിക് ക്വാളിറ്റി എന്താണെന്നുള്ള കാര്യം ഈ ഇന്റർവ്യൂ ബോർഡിന് ഓൾറെഡി അറിയാം. കാരണം ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന പല ആളുകൾ ഇത്തരത്തിൽ HU JNU എന്നൊക്കെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നാഷണൽ ലെവൽ റെക്കഗ്നീഷൻ കിട്ടാൻ, നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇതേപോലെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വർക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതിൽ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്റ്റിൽ നൗ എനിക്ക് ആ സർട്ടിഫിക്കറ്റ്, അതിന്റെ ബെനിഫിറ്റ്സ് എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ അറിയാതെ അതൊരു ആഡഡ് പ്ലസ് പോയിന്റ് ആയിട്ട്, ഒരു ബോണസ് ആയിട്ട് എനിക്ക് ഓൾവേസ് കിട്ടും. ഏതൊരു ഇന്റർവ്യൂ ബോർഡ് പോകുന്ന സമയത്ത്, ഒരു ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന സമയത്ത് അത് എടുത്തു കാണിക്കും. നമ്മൾ പറയും അവിടുന്ന് കിട്ടിയ നമ്മളുടെ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അതിന് വലിയൊരു വാല്യൂ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ വളരെ നല്ലൊരു അക്കാഡമിക് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒരു അക്കാഡമിക് സ്റ്റാൻഡേർഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നമ്മള് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെയധികം പ്രോപ്പറായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് നമുക്ക് ഡിഗ്രി കിട്ടി നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു നല്ലൊരു അക്കാഡമിക് സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യും. നമ്മൾ അതാണ് പറയുന്നത്, നമ്മുടെ സർട്ടിഫിക്കറ്റിനുള്ള വാല്യൂ നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മളെ പാസ് ഔട്ട് ചെയ്യും. എക്സാമുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു ഡിലേ ഇല്ല. ഈ 1ാം സെമസ്റ്റർ 3ാം സെമസ്റ്ററിൽ എഴുതുന്ന പോലത്തെ പരിപാടി, 3ാം സെമസ്റ്ററിൽ 6ാം സെമസ്റ്ററിൽ എഴുതുന്ന പോലത്തെ പരിപാടിയൊന്നും നമ്മളെ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന പരിപാടികളൊന്നും അവിടെ ഇല്ല. അവിടെ ടൈം ടു ടൈം എക്സാമുകൾ നടക്കും, ടൈം ടു ടൈം നമ്മളെ പുറത്തിറക്കും, സർട്ടിഫിക്കറ്റ് തരും, കയ്യിൽ തരും, നമുക്ക് നമ്മളുടെ കരിയറുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ അവിടുത്തെ എക്സാമുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള നമ്മളുടെ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന പോലത്തെ എക്സാമുകളോ ഒന്നുമല്ല. കാരണം
കുറേയും കൂടെ അനലിറ്റിക്കൽ ടൈപ്പിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ആയിരിക്കും വരിക. അപ്പോ JNUലൊക്കെ സെം എക്സാമുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം നിങ്ങളോട് ചോദിക്കൂല എക്സാമിന്. കാരണം അനലിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അവിടെ സെം എക്സാമുകൾക്ക് കൂടുതലായിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കാഡമിക് സ്റ്റാൻഡേർഡ്, നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ഒരു കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ, അതൊന്ന് ആക്സിലറേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും നമ്മളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു നല്ലൊരു എക്സ്പേർട്ട് ടീം ഓഫ് ഫാക്കൽറ്റീസിനാണ് നിങ്ങൾക്ക് ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും കിട്ടുക. ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സ്കോളേഴ്സിനെ നിങ്ങൾ എടുക്കുക. ഇപ്പോ ചരിത്രകാരന്മാരുടെ ഒരു ഗ്രൂപ്പിനെ നിങ്ങൾ എടുക്കുക. ഇപ്പോ റോമള താപ്പർ, അവര് JNUലെ പ്രൊഫസർ ആയിരുന്നു. ഇർഫാൻ ഹബീബ്, ഫേമസ് ആയിട്ട് ലോകത്തിൽ അറിയപ്പെടുന്ന ചരിത്രകാരന്മാരാണ് റോമള താപ്പറും ഇർഫാൻ ഹബീബൊക്കെ. ഇർഫാൻ ഹബീബ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം അവിടെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റോമള താപ്പർ JNUലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. RS ശർമ്മ വളരെ ഫേമസ് ആയിട്ടുള്ള ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്റോറിയൻ ആണ്. അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സതീഷ് ചന്ദ്ര JNUലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അലോകാസൻ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ ആണ് അലോകാസൻ. അവര് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിപിൻ ചന്ദ്ര JNUലാണ് വർക്ക് ചെയ്തത്. അപ്പോ ബിപിൻ ചന്ദ്രയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ UGCയുടെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്ന വ്യക്തി കൂടെയാണ്. UGCയുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടുള്ള വ്യക്തിയാണ് ബിപിൻ ചന്ദ്ര. പുള്ളി JNUലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോ നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് എടുക്കുക. പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളാണ് ഇപ്പോ ഗോപാൽ ഗുരു പുള്ളി JNUകാരനാണ്. നിവേദിത മേനോൻ, അവര് JNUകാരിയാണ്. അതുപോലെ ശർമ്മ HUകാരനാണ്. പിന്നെ എക്കണോമിക്സിൽ നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകൾ ഇപ്പോ പ്രഭാത് പട്നായക് JNUകാരനാണ്. JNUലെ എക്കണോമിക്സ് വിഭാഗത്തിന്റെ തലവനായിരുന്നു അദ്ദേഹം. പിന്നെ അമർത്യ സെൻ, ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിച്ച ആൾ. ഇന്ത്യയിൽ എക്കണോമിക്സിന് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള അമർത്യ സെൻ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്, DSC. അവിടെയാണ് നമ്മൾ മൻമോഹൻ സിംഗ് പഠിച്ചത്, പ്രൈം മിനിസ്റ്റർ. അമർത്യ സെൻ അവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മറ്റ് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ്, ഇപ്പൊ സോഷ്യോളജിയിലൊക്കെ ഉള്ള ഐഷ കിഡ്വായിയെ പോലുള്ള ഫേമസ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ഒക്കെ ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളവരാണ്. ഇപ്പോ നമ്മൾ സോഷ്യോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യോളജിയിൽ ദീപങ്കർ ഗുപ്ത വളരെ ഫേമസ് ആയിട്ടുള്ള സ്കോളർ ആണ്. അദ്ദേഹം JNUകാരനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു വലിയൊരു എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ ഒരു ടീം നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ അവൈലബിൾ ആയിരിക്കും. അത് മാത്രമല്ല, ഇപ്പോ ഒരു ഇന്റർനാഷണൽ വിസിറ്റിംഗ് ഫാക്കൽറ്റീസ്, അതായത് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആളുകൾ വിസിറ്റിംഗ് ഫാക്കൽറ്റീസ് ആയിട്ട് വരും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലോട്ട്. ഇപ്പോ ഞാന് 2016-18 JNUല് പഠിക്കുന്ന സമയത്ത് അവിടെ തുർക്കി എന്നുള്ള ഒരു ഫാക്കൽറ്റി, സുരയ്യ ഫാറൂഖി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഓട്ടോമൻ സ്റ്റഡീസിലൊക്കെ ഓട്ടോമൻ ഹിസ്റ്ററിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഫസറാണ് അവര്, സുരയ്യ ഫാറൂഖി. അപ്പൊ അവരുടെ 2 പേപ്പറുകൾ, അവർ 2 കോഴ്സുകൾ ഞങ്ങൾക്ക് അന്ന് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പേർട്ട് ഫാക്കൽറ്റീസ്, അതായത് ഇന്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അവര് വിസിറ്റിംഗ് ഫാക്കൽറ്റീസ് ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ വലിയ രീതിയിലുള്ള അക്കാഡമിക് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ പഠിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി JNUലൊക്കെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പഠനത്തിന്റെ കൂടെ നിങ്ങൾക്ക് അസൈൻമെന്റുകൾ, JNUലെ അസൈൻമെന്റുകൾ, ട്യൂട്ടോറിയൽ. ഇപ്പൊ ഞാനൊക്കെ പഠിച്ചിട്ടുള്ള CHS എന്ന് പറയും, സെന്റർ ഫോർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ്. CHSലൊക്കെ എന്ന് പറഞ്ഞാൽ ട്യൂട്ടോറിയലുകൾ എന്ന അസൈൻമെന്റുകൾ, പ്രൊജക്ടുകളെക്കാൾ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ട്യൂട്ടോറിയലുകൾ എന്ന് പറയും. അപ്പൊ ഈ ട്യൂട്ടോറിയലുകൾ നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളെ റിസർച്ചിലോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം കൂടുതൽ ബുക്കുകൾ, ആർട്ടിക്കിളുകൾ വായിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും ഈ ട്യൂട്ടോറിയൽ. ഇപ്പോൾ എന്താണ് ട്യൂട്ടോറിയൽ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സമയമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസുകൾ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ അസൈൻമെന്റുകളായിട്ടും പ്രൊജക്ടുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളെ തീർച്ചയായിട്ടും ഒരു റിസർച്ചിലോട്ട് നിങ്ങളെ കൊണ്ടുചെല്ലുന്നതിൽ, അല്ലെങ്കിൽ ഒരു PhDയിലോട്ടൊക്കെ നിങ്ങളെ കൊണ്ടുചെല്ലുന്നതിൽ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ നമുക്കൊന്നും കിട്ടൂല എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ഫെലോഷിപ്പുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇപ്പോ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇപ്പോ ഈ ഇറാസ്മസ് ഫെലോഷിപ്പുകൾ. അപ്പോൾ ഈ ഇറാസ്മസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫെലോഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ ഫെലോഷിപ്പുകളാണ്. ഇപ്പൊ നിങ്ങൾ ഇന്ത്യയിൽ ഇപ്പോ JNUലോ അല്ലെങ്കിൽ HUലൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താക്കാം,
മറ്റുള്ള യൂണിവേഴ്സിറ്റി, ഫോറിൻ യൂണിവേഴ്സിറ്റിയിലോട്ട്, ഇപ്പൊ യൂറോപ്പിലൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയിലോട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാം ഇറാസ്മസിന്റെ കീഴിൽ. അപ്പൊ അതാണ് ഇറാസ്മസ് സ്കോളർഷിപ്പ് എന്ന് പറയാം. അപ്പൊ അത് നിങ്ങളിപ്പോ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സെമസ്റ്റർ യൂറോപ്പിലോ ഇപ്പൊ ലണ്ടനിലോ അല്ലെങ്കിൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലോ ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പോയി പഠിക്കാം. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പാണ് ഇറാസ്മസ് സ്കോളർഷിപ്പ്. അപ്പൊ ഈ ഇറാസ്മസ് സ്കോളർഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരാളായിരിക്കണം. അത് ഈ പറഞ്ഞിട്ടുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇറാസ്മസ് പോലുള്ള സ്കോളർഷിപ്പുകൾ കിട്ടുള്ളൂ. അതുപോലെ അതിന്റെ ഒരു ക്രൈറ്റീരിയ, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുള്ളത് ഇറാസ്മസിന്റെ ക്രൈറ്റീരിയ. അപ്പോ ഇറാസ്മസ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ, ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി വന്നാൽ അത് പോസിബിൾ ആവുള്ളൂ. അതിന് ഏറ്റവും വലിയൊരു ക്രൈറ്റീരിയ. അതുപോലെ തന്നെ ഇപ്പോ ഡാഡ് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അത് ഇതേപോലെ ജർമ്മനിയിൽ പോയി പഠിക്കണം എന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഡാഡ് കിട്ടുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിൽ തന്നെ 800, 900, 1000 പൗണ്ടുകൾ നിങ്ങൾക്ക് അവരിങ്ങോട്ട് സ്കോളർഷിപ്പ് തരും. പ്ലസ് നിങ്ങളെ ട്രാവൽ അലവൻസുകൾ, നിങ്ങളെ വിസ, ടിക്കറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെടുക്കും. അപ്പൊ വളരെ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പുകളാണ് പറഞ്ഞ ഇറാസ്മസ്, ഡാഡ് പോലുള്ള സ്കോളർഷിപ്പുകൾ, ഫെലോഷിപ്പുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ളതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക. അതുപോലെ തന്നെ ഇപ്പോ ഇതിൽ നിങ്ങൾക്ക് വേണ്ട മറ്റൊന്നാണ്, ഇപ്പൊ ഡാഡൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. ഇപ്പൊ ഈ റെക്കമെൻഡേഷൻ ലെറ്റർ, ഇപ്പോൾ നിങ്ങൾക്ക് ഡാഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ ലെറ്റർ വേണമെന്ന് ഞാൻ പറഞ്ഞു. ഈ റെക്കമെൻഡേഷൻ ലെറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫാക്കൽറ്റി, ഒരു റിനൗണ്ട് ആയിട്ടുള്ള ഫാക്കൽറ്റിന്റെ കയ്യിൽ നിന്ന് റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. ഇപ്പൊ കേരളത്തിലെ MG യൂണിവേഴ്സിറ്റിയിലോ കാലിക്കറ്റിലൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു പ്രൊഫസേഴ്സിന്റെ കയ്യിൽ നിന്ന് റെക്കമെൻഡേഷൻ ലെറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ അത് അറിയില്ല, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരമില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ JNU നിന്നോ HCU എന്നുള്ള ഇത്തരത്തിലുള്ള റോമല താപ്പറോ ജ്യോതിർമയ ശർമ്മന്റെയോ പ്രഭാത് പട്നായകന്റെ ഒക്കെ റെക്കമെൻഡേഷൻ ലെറ്റർ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് മതി നിങ്ങൾക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ. അപ്പോ ഇത്തരത്തിലുള്ള റെക്കമെൻഡേഷൻ ലെറ്ററുകൾ കിട്ടിയിട്ടുള്ള ഒരാൾ കൂടെയാണ് ഞാൻ. ഞാനൊക്കെ JNU പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ പ്രൊഫസേഴ്സ് റെക്കമെൻഡേഷൻ ലെറ്ററുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ അത് നമ്മൾ വളരെ വലിയ പരിപാടി. നമുക്ക് അവരറിയാം, അവർക്ക് തിരിച്ചു നമ്മൾ അറിയാമെന്നുണ്ടെങ്കിൽ അവർ ഈസി ആയിട്ട് റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതി തരും. ആ റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ SOPs എന്ന് പറയും, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, ഇതൊക്കെ വേണം ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവിടെയുള്ള എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ്. അവരുടെ റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഇപ്പൊ ഇങ്ങനെ പോയിട്ടുള്ള ഒരുപാട് ആളുകൾ, ഇപ്പോ JNUലൊക്കെ എന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരാളുണ്ട്, ഇഹ്സാൻ എന്ന് പറയും. ഇഹ്സാൻ ഇന്ന് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലാണ്. അവന് ഇതേപോലെ ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തുള്ള JNU എന്നാണ്. JNU ഫാക്കൽറ്റീസ് അവരുടെ റെക്കമെൻഡേഷൻ ലെറ്ററുകൾ, കാര്യങ്ങൾ കിട്ടി. ഇന്ന് അവന് വലിയ ഫെലോഷിപ്പ്, 2 കോടിയോളം ഫെലോഷിപ്പ് അവനക്ക് കിട്ടിയിട്ടുണ്ട്, സ്കോളർഷിപ്പ് ആയിട്ട്, അവനക്ക് പഠനത്തിനും ചെലവിനും ഒരു റിസർച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പോൾ DUന്റെ ഒക്കെ കീഴിൽ സെമസ്റ്റർ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ ഉണ്ട്. SEP എന്ന് പറയും, സെമസ്റ്റർ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ. ആ സെമസ്റ്റർ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ വഴി നിങ്ങൾക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാം. ഇപ്പോ മറ്റൊരു എക്സാമ്പിൾ, ഇപ്പൊ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയും ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റികളും തമ്മിൽ, യൂണിവേഴ്സിറ്റി ഓഫ് പാരീസും തമ്മിൽ MOU, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു പുതിയൊരു പ്രോഗ്രാമാണ് SEAL. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ് ഈ നമ്മളതിന്റെ കീഴിലുള്ള പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കീഴിലുള്ള സോഷ്യൽ എക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ ലോ ഒരു ഡിഗ്രി പ്രോഗ്രാം, 5 ഇയർ പ്രോഗ്രാം പാരീസ് യൂണിവേഴ്സിറ്റിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ 3 വർഷം നിങ്ങൾ പോണ്ടിച്ചേരി പഠിക്കുക, 2 വർഷം നിങ്ങൾക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ പാരീസിൽ പോയിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ കുറെ പ്രോഗ്രാമുകൾ. ഇപ്പൊ SEAL അതിൽ ഏറ്റവും നല്ല, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് SEAL ഉള്ളത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി MOU സൈൻ ചെയ്തിട്ടുണ്ട് പാരീസിലുള്ള യൂണിവേഴ്സിറ്റി. അതുവഴി സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് നടക്കുക. 3 വർഷം ഇവിടെ പഠിക്കുക, 2 വർഷം അവിടെ പാരീസിൽ പോയി പഠിക്കുക. അപ്പൊ അത് പോണ്ടിച്ചേരിന്റെ കീഴിലുള്ളതാണ്. DUന്റെ കീഴിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. സെമസ്റ്റർ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ ഉണ്ട്. അതുവഴി ഒരുപാട് ആളുകൾ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോ ഈ ഞാൻ പറഞ്ഞ ഇഹ്സാന്റെ ഒക്കെ കേസ് ഇത്തരത്തിലുള്ള ഇതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിളുകളാണ്. അതുപോലെ തന്നെ നല്ല ലൈബ്രറികൾ. ഇപ്പോ ഇന്ത്യയിൽ ഏറ്റവും വലിയ ലൈബ്രറികൾ സ്ഥിതി ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് JNU. 9 നിലയോ 10 നില ഉണ്ട് JNUന്റെ ലൈബ്രറി എന്ന് പറയുന്നത്. അത്രയും മാസീവ് ആയിട്ടുള്ള ലൈബ്രറി, അത്രയും ബുക്കുകൾ അവൈലബിൾ ആണ്.
അതുപോലെ തന്നെ ഡിജിറ്റൽ ഡാറ്റാബേസ് ഉണ്ട്. നിങ്ങൾക്ക് ലോകത്തിലുള്ള ഏത് ആർട്ടിക്കിളുകൾ വേണമെന്നുണ്ടെങ്കിലും ജെഎൻയുവിന്റെ സൈറ്റ് വഴി കയറിയിട്ട് ജെഎൻയുവിൽ നിങ്ങൾ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജെസ്റ്റോർ, സേജ് പോലുള്ള ജേർണലുകൾ, അതിൽ വരുന്ന ആർട്ടിക്കിളുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് നിങ്ങൾ പേയ്മെന്റോ കാര്യങ്ങളോ കൊടുക്കണ്ട, നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് ആയാൽ മതി. അത്തരത്തിലുള്ള ഡിജിറ്റൽ ഡാറ്റാബേസുകൾ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ലേണിംഗിൽ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ജെഎൻയുവിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അഡീഷണൽ ആയിട്ട് പേർഷ്യൻ ലാംഗ്വേജ് അവിടുന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട്, അതായത് നമ്മളിപ്പോ പഠിക്കുന്നത് ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജുകൾ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഇപ്പൊ പേർഷ്യൻ ലാംഗ്വേജിന്റെ ട്രെയിനിങ്, പേർഷ്യൻ ലാംഗ്വേജ് ഒരു വർഷം ജെഎൻയുവിൽ പഠിച്ചിട്ടുണ്ട്. MA പഠിക്കുന്ന സമയത്തും MPhil പഠിക്കുന്ന സമയത്തും. അങ്ങനെ 2 വർഷത്തെ കോഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പേർഷ്യൻ ലാംഗ്വേജിൽ. അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ ഇത് പഠിക്കുന്നത് ഇപ്പൊ പോണ്ടിച്ചേരിയിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന കൂടെ നിങ്ങൾ മ്യൂസിയോളജി പഠിക്കും, ആർക്കിയോളജി പഠിക്കും. ഇതിനെയാണ് നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി ലേണിംഗ് എന്ന് നമ്മൾ പറയും. നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിന്റെ കൂടെ മറ്റ് അതിന്റെ ഓക്സിലറി ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ കൂടെ വരുന്ന മറ്റ് സബ്ജക്റ്റുകൾ നമ്മൾ ഇത്തരത്തിലുള്ള മ്യൂസിയോളജി, ആർക്കിയോളജി പോലുള്ള കോഴ്സുകളും നമുക്ക് കിട്ടും അവൈലബിൾ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലാംഗ്വേജുകൾ. ഇപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്താണ് അവിടുന്ന് ഫ്രഞ്ച് പഠിക്കാനുള്ള ഒരു ഇത് കിട്ടിയത്, ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഫ്രഞ്ച് പോലുള്ള ഭാഷകളൊക്കെ അന്ന് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ നമുക്ക് കിട്ടുന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളെ റിസർച്ചിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ചെയ്യും. കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഇപ്പോ JNU പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലൈബ്രറികൾ അടയ്ക്കുന്ന ഒരു സമയമല്ല. 24 ലൈബ്രറീസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഈ 24/7 നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. ഏത് എക്സാമുകൾക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഏത് എക്സാമുകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് ബുക്കുകൾ, പ്രതിയോഗ ദർപ്പൻ പോലുള്ള അങ്ങനെയുള്ള ഒരുപാട് മാഗസിൻസും കാര്യങ്ങളൊക്കെ ഈ യൂണിവേഴ്സിറ്റീസിന്റെ ലൈബ്രറിയിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് റീഡ് ചെയ്യാം. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ JNUവിന്റെ ഒരു കാര്യം, ഞാൻ പഠിച്ച സമയത്തുള്ള ഒരു കാര്യം, ഇപ്പൊ മാറിയോ എന്നുള്ള കാര്യം അറിയില്ല. JNUവിലെ അറ്റൻഡൻസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. മനസ്സിലായോ? നമുക്ക് ക്ലാസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ പോവാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ലൈബ്രറികളിൽ പോയിട്ട് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം. അറ്റൻഡൻസ് എന്ന് പറയുന്ന ഒരു പരിപാടി അവിടെ മാൻഡേറ്ററി അല്ല. ഞാൻ പഠിക്കുന്ന വരെ കേട്ടോ, ഇപ്പൊ മാറിയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, അപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് JNU ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അവിടെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോ ലൈബ്രറിയിൽ അധികം സമയം സ്പെൻഡ് ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അക്കാഡമിക് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഒരുപാട് കിട്ടും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ നോക്കുകയാണെങ്കിൽ ഒരു എക്സ്പോഷർ, വലിയൊരു എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ അതേപോലെ അല്ല നിങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങി വരുമ്പോൾ. അപ്പൊ അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ഒരുപാട് നമ്മളുടെ ചിന്തകൾ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ കൂടെയാണ് ഞാൻ. അപ്പൊ നമ്മൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന സമയത്തുള്ള ഒരാളല്ല അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളെ ചിന്തകളും കാര്യങ്ങളും അങ്ങനെ എല്ലാത്തിലും നമുക്കൊരു മാറ്റം ഉണ്ടായിരിക്കും. ഇപ്പോ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ലൈഫിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് മൊമെന്റ് ഏതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം JNU ആണ്. JNU എന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസും, JNU ശരിക്കും ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതേപോലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും JNUയിലോട്ടൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ അവിടങ്ങളിലോട്ട്, അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റിയിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോ നാട്ടിലുള്ള കോളേജുകളിൽ പഠിച്ചിട്ട് JNU പോയിട്ട് അവിടുന്ന് വലിയ ഇപ്പൊ ഞാൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ നമ്മളെ നാട്ടിൻപുറത്തെ കോളേജിൽ ഇപ്പൊ ഒരു മഹമ്മൂദ് കൂരിയ എന്ന് പറയുന്ന ഒരു ചരിത്രകാരനുണ്ട്. ഇപ്പോ പുള്ളി നമ്മളെ നാട്ടിൽ മലപ്പുറത്ത് ജനിച്ചു വളർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് മഹമ്മൂദ് കൂരിയ. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് കിട്ടും, മഹമ്മൂദ് കൂരിയ. അപ്പൊ പുള്ളി നാട്ടിൻപുറത്തെ കോളേജുകളിലൊക്കെ പഠിച്ച് അതിനുശേഷം ഡൽഹിയിലോട്ട് വന്നു, JNUയിലോട്ട് വന്നു, JNUയിൽ PG ചെയ്തു, JNUയിൽ MPhil ചെയ്തു. ഇന്ന് അദ്ദേഹം നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അദ്ദേഹം. മലപ്പുറത്ത് നിന്ന് പോയിട്ടുള്ളത്, മലപ്പുറത്ത് കൂരിയാട് എന്ന് പറയുന്ന സ്ഥലം, അവിടുന്ന് പോയിട്ടുള്ള വ്യക്തി ഇന്ന് ഇംഗ്ലണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് എഡിൻബർഗ് യൂണിവേഴ്സിറ്റി. അവിടുത്തെ പ്രൊഫസർ മഹമ്മൂദ് കൂരിയ. ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും.
അപ്പൊ ഇതാണ് എക്സ്പോഷർ എന്ന് പറയുന്നത്, ഇതാണ് ലൈഫ് ചേഞ്ചിങ് എന്ന് പറയുന്നത്. JNU പുള്ളി വന്നു, JNU പഠിച്ചു, JNU നേരെ ലീഡനിലോട്ട് പോയി, ലീഡനിൽ പഠിച്ചു, നെതർലാൻഡ്സ്, അവിടെ നിന്ന് പഠിച്ചു. അതിനുശേഷം പുള്ളി ഇന്ന് വർക്ക് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗ്, ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി, അവിടുത്തെ പ്രൊഫസർ ആയിട്ടാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതാണ് എക്സ്പോഷർ, അതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേഴ്സണൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും, ഒരു എക്സ്പോഷർ കിട്ടും, ഒരുപാട് ആളുകൾ, നെറ്റ്വർക്കിംഗ് പരിപാടികൾ. ഇപ്പോ ഓരോ പ്രൊഫസേഴ്സിനായിട്ട് നിങ്ങൾക്ക് മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതേ പറയാം, അപ്പൊ നിങ്ങൾ അങ്ങനെ മിങ്കിൾ ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റെക്കമെൻഡേഷൻ ലെറ്ററുകളും SOPകളും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി തരും. നിങ്ങളെ പേഴ്സണൽ ഗ്രോത്തിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഫാക്കൽറ്റീസ് അത് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കോൺഫറൻസുകളും ഡിബേറ്റുകളും കാര്യങ്ങളും നടക്കും ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷനുകളും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ റിസർച്ചുകളും കാര്യങ്ങളും, നിങ്ങൾക്ക് നിങ്ങളുടെ എഴുത്തുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും റീഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് കിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. അതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, പ്രാക്ടീസും എക്സ്പീരിയൻസും. ഇപ്പോ മഹമ്മൂദ് കൂരിയക്കൊക്കെ ഇത്തരത്തിലുള്ള എക്സ്പോഷർ കിട്ടാനുള്ള ഒരു കാരണം, പുള്ളി ഓൾവേസ് പേപ്പർ പ്രസന്റ് ചെയ്തിട്ടും ഇങ്ങനെയുള്ള ഡിബേറ്റുകളിലും ഗ്രൂപ്പ് ഡിസ്കഷനിലും പങ്കെടുത്തും കോൺഫറൻസുകളിൽ പങ്കെടുത്തും പ്രൊഫസേഴ്സുമായിട്ട് ഈ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയൊക്കെ പുള്ളി നേടിയെടുത്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പുള്ളി കൂരിയാടുന്ന് വന്ന് ഇന്ന് എഡിൻബർഗിൽ നിൽക്കുന്നത്. നമ്മളെ മലപ്പുറത്തുകാരനായിട്ടുള്ള ഇർഫാൻ ഇന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ നിൽക്കാനുള്ള ഒരു കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു എക്സ്പോഷർ കിട്ടിയതാണ്. മനസ്സിലായി? അപ്പോ അതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോ അതുപോലെ തന്നെ മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റിസർച്ചിൽ, ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ തന്നെ ഒരുപാട് പ്ലേസ്മെന്റ് സെല്ലുകളും കാര്യങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഫിലിം ക്ലബ്ബുകൾ, സ്പോർട്സ് ക്ലബ്ബുകൾ, ഇങ്ങനെയുള്ള ഒരുപാട്. അപ്പൊ നമ്മളെല്ലാ രീതിയിലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, നമ്മളെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ബാക്കി നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന കാര്യമാണ്. അത് എങ്ങനെ ചൂസ് ചെയ്യണം എന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു മിനി ഇന്ത്യയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാട്ടിലുള്ള ആളുകൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഉണ്ടായിരിക്കും. അപ്പൊ അവരായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളുടെ ആ ഒരു എന്താ പറയുന്നത്, ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റിനോട് നമ്മളുടെ ഫിയർ. ഇപ്പൊ ഞാനൊക്കെ ഇംഗ്ലീഷിൽ കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ്. കാരണം നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് വേണം എന്നുള്ളൊരു സ്ഥിതിയാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവും കേട്ടോ. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമുക്കൊരു പ്രഷർ വരും. നമ്മൾ ആ പ്രഷറിൽ നമ്മൾ പഠിക്കും സാധനങ്ങൾ. ഓക്കെ, ഇപ്പോ ഞാനതാ പറയാം, ഇപ്പൊ JNU ആ ട്യൂട്ടോറിയൽ സംവിധാനമൊക്കെയാണ് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടെ ഹിസ്റ്ററി എന്താണെന്ന് കുറെ കൂടെ ഒക്കെ, ഇപ്പൊ എന്റെ സബ്ജക്ട് ഹിസ്റ്ററിയാണ്. അപ്പൊ ഹിസ്റ്ററി എന്താണെന്നുള്ള കാര്യമൊക്കെ ഞാൻ കൂടുതലും പഠിച്ചിട്ടുള്ളത് JNU പോയിട്ട്, JNU എത്തിയതിനു ശേഷമാണ്. കാരണം നമ്മളെ DU എന്നൊക്കെ ഉള്ള കുട്ടികളാണ് JNU ഉണ്ടാവുക. അപ്പൊ അവരായിട്ട് കോമ്പീറ്റ് ചെയ്യണം, നിലനിന്ന് പോകണം, സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വായിച്ചേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകും. ശരിക്കും ഭയങ്കര ഒരു അക്കാഡമിക് പ്രഷർ നമുക്ക് ഉണ്ടായിരിക്കും. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി, എസ്പെഷ്യലി JNU പോലുള്ളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. കാരണം കോമ്പീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ പോവും, ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളൊരു ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യും, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ അത് നമുക്ക് നമ്മളെ കരിയറിൽ നമുക്കത് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നതാണ്. മനസ്സിലായി? അതുപോലെ തന്നെ വളരെ അഫോർഡബിൾ ആയി, വളരെ ചീപ്പ് റേറ്റിൽ നിങ്ങൾ. ഇപ്പോൾ ഞാനൊക്കെ JNU പഠിക്കുന്ന സമയത്ത് ഒരു സെമസ്റ്ററിന് കൊടുത്തത് 150 ഉറുപ്പ്യാണ്. അക്കാഡമിക് ഫീസ് ആയിട്ട് കൊടുത്തത് 150 ഉറുപ്പ്യാണ്. പിന്നെ മെസ്സിന് ഒരു 3000 ഉറുപ്പ്യന്റെ അടുത്ത് മെസ്സിന് ഓരോ മാസം കൊടുത്തു. അതായത് മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു 3500 ഉറുപ്പ്യന്റെ ഒരു ചെലവ് എനിക്ക് ഒരു സെമസ്റ്ററിൽ വന്നിട്ടുള്ളൂ. അതായത് ഒരു സെമസ്റ്ററിൽ എന്ന് പറയുമ്പോൾ ഒരു 4-5 മാസം, അപ്പൊ ഒരു 10-12,000 ഉറുപ്പ്യന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരിക്കും. അത്രേ ചെലവുള്ളൂ ശരിക്കും. മെസ്സാണ് മെയിൻ ചെലവ് എന്ന് പറയുന്നത്. ഒരു 3000 ഉറുപ്പ്യന്റെ അടുത്ത് മെസ്സ് വരും.
അക്കാഡമിക് ഫീ ആണ് 150 എക്സാം ഫീസ് ഒന്നും അങ്ങനത്തെ പരിപാടികളൊന്നും ജെഎൻയുവിലില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് JNU, AMU, അലിഗർ യൂണിവേഴ്സിറ്റി, HCU. ഇവിടൊക്കെ ഫീസ് കമ്പാരറ്റീവ്ലി കുറവാണ്. പോണ്ടിച്ചേരി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ഫീസ് കുറെ കൂടുതലാണ്. CUTNിലൊക്കെ ഫീസ് കൂടുതലാണ്. തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഫീസ് കൂടുതലാണ്. ഫീസ് ഏറ്റവും കുറവുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് JNU, AMU, HCU, ജാമിയ മില്ലിയ. ഇതൊക്കെ ഫീസ് കമ്പാരറ്റീവ്ലി വളരെ കുറവാണ്. PU ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പോണ്ടിച്ചേരി എക്സ്പെൻസീവ് ആണ്, CUTN എക്സ്പെൻസീവ് ആണ്, അങ്ങനെയുള്ള അതൊക്കെ കുറേ കൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഒരു PUലൊക്കെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സെമസ്റ്ററിൽ ഏകദേശം ഒരു 30,000 റുപ്യ അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് വേണം. നിങ്ങൾ ആ ഒരു സെം ഫീസ് മാത്രമായിട്ട് 10 റുപ്യ വരും. മൊത്തത്തിലുള്ള ഒരു ചെലവും കാര്യങ്ങളും വേറെ ഒരു 35 റുപ്യന്റെ ഒക്കെ അടുത്ത് നിങ്ങൾക്ക് ഏകദേശം ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ DU ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുറവാണ്, കുറച്ച് കുറയും DU. പിന്നെ HCU ആണെന്നുണ്ടെങ്കിൽ നല്ല കുറവാണ്. IFLU ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 4,000 ആ ഒരു റേഞ്ചൊക്കെയാണ് IFLUവിലൊക്കെ സെമസ്റ്റർ എന്ന് പറയുന്നത്. വളരെ എക്സ്പെൻസീവ് ആണ് ഈ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആൻഡ് പിന്നെ നമ്മളിപ്പോ പറയാം CUTN പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഒന്ന് മൈൻഡിൽ വെക്കാം. അപ്പോൾ കുറെ കൂടി ഒരു അഫോർഡബിൾ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് പോസിബിൾ ആണ് എവിടെ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ കൾച്ചറൽ ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. ക്യാമ്പസ് ഭയങ്കര വൈബ്രന്റ് ആയിരിക്കും. അക്കാഡമിക്കലി ഇപ്പോ നിങ്ങളൊരു എൻജോയ്മെന്റ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, പിന്നെ CUTN, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യാം. അല്ല അക്കാഡമിക്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഗോ ഫോർ DU, HCU, പിന്നെ JNU പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഓക്കെ, ഭയങ്കര വൈബ്രന്റ് ആണ്. വൈബ്രന്റ് എന്ന് പറഞ്ഞാൽ അക്കാഡമിക്കലി ഭയങ്കര വൈബ്രന്റ് ആണ്. ഡിബേറ്റുകൾ മെസ്സിൽ വരെ, JNUലൊക്കെ മെസ്സിൽ വരെ ഡിസ്കഷനുകളും ഡിബേറ്റുകളും നടക്കാറുണ്ട് ഓൾവേസ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ തോട്ട്സും കാര്യങ്ങളും ഷെയർ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ്. ഇനി ഇതാണ് നമ്മളുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ റാങ്കിങ് ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് ഫ്രെയിംവർക്ക്, NIRF എന്ന് പറയും. NIRF 2025 പ്രകാരമുള്ള ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി, അതിൽ 2ാം റാങ്കിൽ ഉള്ളത് JNU ആണ്. ഫസ്റ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ, 2 JNU ആണ്. ജാമിയ മില്ലിയ 4ാം സ്ഥാനം, DU 5, BHCU 6, പിന്നെ അലിഗഡ് 10, ഹൈദരാബാദ് 18, പിന്നെ ഭീമറാവു അംബേദ്കർ യൂണിവേഴ്സിറ്റി UP 37, സെൻട്രൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ് 77, മിസോറാം 82. ഇതാണ് ഈ 100ൽ വരുന്ന പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി, ടോപ്പ് 100ൽ വരുന്ന പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഈ ടോപ്പ് 100ൽ എവിടെയും പോണ്ടിച്ചേരിയോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഈ യൂണിവേഴ്സിറ്റിയെ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. JNU, ജാമിയ, DU, HCU, AMU, BHU പോലുള്ള യൂണിവേഴ്സിറ്റികൾ, അത് ഫോക്കസ് ചെയ്യുക. അതിന് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പോണ്ടിച്ചേരി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ 100ൽ പോലും പോണ്ടിച്ചേരി ഒന്നും ഇല്ല. പോണ്ടിച്ചേരി ഇല്ല, CUTN ഇല്ല, ഓക്കെ, CUK ഇല്ല, യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഇല്ല, യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക ഒന്നും ആദ്യത്തെ 100ൽ ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ളത്. 100ന് ശേഷമാണ് ഈ യൂണിവേഴ്സിറ്റീസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പൊ ഇത് ഓൾവേസ് ചൂസ് ചെയ്യുക. അപ്പൊ ഈ യൂണിവേഴ്സിറ്റീസ് നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിന് പ്രയോറിറ്റീസ് കൊടുക്കുക. ഈ യൂണിവേഴ്സിറ്റീസിന് പ്രയോറിറ്റീസ്, അതിന്റെ റാങ്കിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. കംപ്ലീറ്റ് MHRD നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഇത് MHRDയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ വേറെയും ഒരുപാട് ഫെലോഷിപ്പുകളും സ്കോളർഷിപ്പുകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ പ്രധാനമായിട്ടും ഇറാസ്മസ്, ഡാഡ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വേറെയുണ്ട്. ഇപ്പൊ നോൺ നെറ്റ് ഫെലോഷിപ്പ്, ഞാൻ JNUവിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മാസം 2,000 റുപ്യ സ്റ്റൈപ്പന്. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് 2,000 റുപ്യ, MA പഠിക്കുന്ന സമയത്ത് 2,000, MPhil ചെയ്യുന്ന സമയത്ത് 5,000 റുപ്യ മാസം സ്റ്റൈപ്പൻ. അപ്പൊ അങ്ങനത്തെ സ്റ്റൈപ്പൻറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് ഇവിടെ ഉണ്ട്, JNUവിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വേറെയും ഒരുപാട് ഫെലോഷിപ്പുകളും കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഒരുപാട് ഫെലോഷിപ്പുകൾ ഉണ്ട്. ആ ഫെലോഷിപ്പുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. ഇപ്പോൾ JRF ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടും, എക്സ്പോഷറും കാര്യങ്ങളും കിട്ടും, സബ്ജക്ട് കുറെ കൂടെ നിങ്ങൾക്ക് തറോ ആവും. അപ്പോൾ നിങ്ങൾക്ക് JRF ഒക്കെ കിട്ടാൻ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. JRF ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റാ. 10,50,000 മാസം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത്തരത്തിലുള്ള ഫെലോഷിപ്പുകളും സ്കോളർഷിപ്പുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ അതൊക്കെ എയിം ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നിങ്ങളോട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കാര്യങ്ങൾ കൊണ്ടുപോവുക, ബെറ്റർ ആക്കുക. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. BBA ഉണ്ട്, DU ഉണ്ട് കേട്ടോ. ഒക്കെ നിങ്ങൾ ഇത് എഴുതിയാൽ മതി, നമ്മളെ CUT എഴുതിയാൽ മതി. പണ്ട് DU മറ്റേ നമ്മളെ +2ന്റെ മാർക്കായിരുന്നു. ഇപ്പൊ അത് മാറി, ഇപ്പൊ CUTന്റെ കീഴിലാണ്. അപ്പോ എക്സാം എഴുതണം. ഓക്കെ, BBAക്ക് DUന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സാം ഉണ്ട് എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. മറ്റേ ഈ DUT JAT എന്ന് പറയും, ആ എക്സാം ആണ് എഴുതേണ്ടത്. എന്റെ ഓർമ്മ ശരി, കറക്റ്റ് ഓർമ്മയല്ല, പക്ഷെ ഇതാണ് എഴുതേണ്ടത്. DUന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സാം ഉണ്ട് എന്നാണ് തോന്നുന്നത് BBAക്ക്. ഓക്കെ, DU JAT എന്ന് പറയും. ഓക്കെ, അപ്പൊ അതൊക്കെ നോക്കുക. ഓക്കെ, പിന്നെ വേറെന്താണ്, വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ JNUല് സൈക്കോളജി ഇല്ല. JNUല് ഞാൻ വരുന്ന വരേക്കും ഇല്ല. ഇനിയിപ്പോ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഓക്കെ, DUലെ ഫ്രീ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ഒരു 30,000 ഒക്കെ അടുത്തായിരിക്കും DUലെ ഫീസ് സ്ട്രക്ചർ വരാം. കുറച്ചും കൂടെ കുറവാണ് DUല്. ഓക്കെ, 30,000. ഇപ്പോ സയൻസ് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 30 റുപ്യ വരും. ഒരു വർഷത്തേക്കുള്ള കേട്ടോ ഞാൻ പറയണേ. ഇപ്പോ നമ്മൾ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 25 റുപ്യന്റെ ഒക്കെ അടുത്ത് വരും. പിന്നെ സയൻസ്, കമ്പ്യൂട്ടർ, BTech, അങ്ങനത്തെ കോഴ്സുകളൊക്കെ, സയൻസ് കുറച്ചും കൂടെ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 റുപ്യ 35 റുപ്യന്റെ ഒക്കെ അടുത്ത് ഇയർലി വരും. ഓക്കെ, ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾ കുറയും. Which central university is great for biology related studies? ബയോളജി റിലേറ്റഡ് സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HCU ചൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് HCU. HCUലോട്ട് പോവാം. അവിടുത്തെ സയൻസ് ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഒക്കെ നല്ലതാണ്. ഈ നമ്മളെ ഇന്റഗ്രേറ്റഡ് ബയോളജി അങ്ങനത്തെ കോഴ്സുകൾ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാവുന്നത് HCUൻ്റെത് യൂസ് ചെയ്യാം. പിന്നെ DUന്റെ കോഴ്സുകൾ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. DUന്റെ സയൻസ് കോളേജുകൾ, സയൻസ് കോഴ്സസ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ഹിന്ദു കോളേജും സെന്റ് സ്റ്റീഫൻസ് ഒക്കെ സയൻസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് പ്രധാനമായിട്ടും ഇത്ര ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ. ഇപ്പോ ഹൈദരാബാദിൽ തന്നെ ഞാനതാ പറഞ്ഞ MSc പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ്. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ഹൈദരാബാദിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഹൈദരാബാദ് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് കയറാം, എന്നിട്ട് അത് ചൂസ് ചെയ്യാം. നല്ലൊരു ഡിസിഷൻ ആയിരിക്കും അത്. പിന്നെ പോണ്ടിച്ചേരിയിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് യൂസ് ചെയ്യാം. പിന്നെ ബയോളജി അങ്ങനത്തെ സബ്ജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ BHCU നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. BHCU, HCU ഒക്കെ നല്ലതാണ്. ഇത്തരത്തിലെ ബയോളജി പോലുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലതാണ്. ഓക്കെ, പിന്നെ വേറെന്താണ്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ യൂണിവേഴ്സിറ്റി ഓറിയന്റേഷനുകൾ വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. CU സ്റ്റോറീസ് എന്ന രീതിയിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്തുകൊണ്ട്. അപ്പം അതിൽ കറന്റ്ലി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സെഷനുകളൊക്കെ ഹാൻഡിൽ ചെയ്യാം. അപ്പം കൃത്യമായിട്ട് അവിടുത്തെ ഫീസ് സ്ട്രക്ചറും അതുപോലെ തന്നെ മറ്റ് കോഴ്സുകളുടെ ക്രൈറ്റീരിയകളും ഡൊമൈൻ സബ്ജക്ട് സെലക്ട് ചെയ്യുന്ന സമയത്തുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞുതരും. അതുപോലെ വരുന്ന 11-ാം തീയതി CUT UGയെ കുറിച്ചും അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ CUT PGയെ കുറിച്ചുള്ള ഓറിയന്റേഷൻ സെഷനുകളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. നല്ലൊരു സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഡൗട്ട് കൂടി ചോദിച്ചിട്ടുണ്ടല്ലോ സാർ, BBA MBA ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ. അത് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. നമ്മള് CUT കോഴ്സസിൽ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. BBA MBA ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ആയിട്ടുണ്ട്. അത് എവിടെയാണ്? അത് എനിക്ക് തോന്നുന്നത് കൂടുതലും CUTന്റെ കീഴിൽ വരുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലായിരിക്കും BBA MBA കമ്പൈൻഡ് ആയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ MBA ആണെന്നുണ്ടെങ്കിൽ പോണ്ടിച്ചേരി MBA ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളെ JNU MBA ഉണ്ട്, അത് MBA ആണ്. BBA പ്ലസ് MBA 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ട് CUT വന്നിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്നത് അധികവും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ കുറച്ച് കോഴ്സുകളൊക്കെ എന്താണ് ഇവരാണ് ഹാൻഡിൽ ചെയ്യുക, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റി, അമിറ്റി യൂണിവേഴ്സിറ്റി, ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റീസും എന്താക്കിയിട്ടുണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നമ്മളെ CUT കൂടെ കൂടിയിട്ടുണ്ട്. അപ്പൊ അവരാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ BSc നഴ്സിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. BSc നഴ്സിംഗ് ഒക്കെ ഇതേപോലുള്ള ഇങ്ങനത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ BBA പ്ലസ് MBA എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, കറക്റ്റ് ആയിട്ട് എനിക്ക് അത് അറിയില്ല, പക്ഷെ ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഓൾമോസ്റ്റ് സമയമായിട്ടുണ്ട്. അപ്പം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നസീം സർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വരും ദിവസങ്ങളിലുള്ള മറ്റു സെഷനുകളിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. സാറിന് പോളിഗ്രേഡിന്റെ എല്ലാ നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുകയാണ്. ഒരു മണിക്കൂർ ശരിക്കും പോയത് അറിഞ്ഞിട്ടില്ല. ഒരു യൂണിവേഴ്സിറ്റികളിൽ പോയൊരു ഫീലാണ് നമുക്ക് ഉണ്ടാക്കി തന്നത് സാർ. തീർച്ചയായും ആ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ സാർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതോടൊപ്പം വർക്കൊക്കെ ചെയ്തവരുടെ എക്സ്പീരിയൻസും കൂടി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും വൈ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ളതിന്റെ കൃത്യമായ ഒരു ഇൻസൈറ്റ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഓരോരുത്തർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പോളിഗ്രേഡിന്റെ എല്ലാ നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തീർച്ചയായും മറ്റു പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ മറ്റു അപ്ഡേറ്റ്സുകൾ, യൂണിവേഴ്സിറ്റിയുടെ ബ്രോഷർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം താങ്ക് യു ആൻഡ് ഓൾ.